LKLS സ്റ്റാർ മാത്സ് ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ഇന്ന് ചെയ്യാൻ പോകുന്നത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എക്സസൈസ് 4.2 എക്സാമ്പിൾ 1 തേർഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. എക്സാമ്പിൾ 1, ഫൈൻഡ് ദ റൂട്ട്സ് ഓഫ് ദ ഫോളോയിങ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ബൈ ഫാക്ടറൈസേഷൻ. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതിനകത്ത് ഫസ്റ്റ് രണ്ടെണ്ണം നമ്മൾ കഴിഞ്ഞതാണ്, ഇതും കഴിഞ്ഞതാണ്. ഇനി തേർഡ് വണ്ണാണ് കേട്ടോ. √2x² + 7x + 5 √2 = 0. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ നമ്മൾ ചെയ്യാൻ നേരത്തെ ഫസ്റ്റ് എങ്ങനെയാണ് ഫാക്ടറൈസേഷൻ മെത്തേഡാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യമേ ഇതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് മെത്തേഡിലാണ് നമ്മൾ ചെയ്യാൻ പോണേ. മിഡിൽ ടേമിനെ സ്പ്ലിറ്റ് ചെയ്തുകൊണ്ടുള്ളൊരു മെത്തേഡാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഈ ഫസ്റ്റ് ടേമും ഈ ലാസ്റ്റ് ടേമും തമ്മിലൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് എടുത്തിട്ടൊക്കെ വേണം അത് ചെയ്യാൻ. അപ്പോൾ നമ്മൾക്കത് നോക്കാം. കണ്ടോ, അപ്പോൾ നമ്മൾ ആ ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട് ഇവിടെ. ഇനി നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്, √2x² 5 √2 തമ്മിൽ ഇതാ കണ്ടോ, 5 √2 എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്, 5 × √2. ഇത് ഏതാണ്, ഫസ്റ്റ് ടേം ഇൻറ്റു √2. ഏതാണത്, ഈ കിടക്കുന്ന √2. ക്ലിയർ ആയില്ലേ? ഇനി നോക്കിയേ, 5 × √2 × മീൻസ് എന്താണ്, വെറും 2 ആണ്. ഇതെന്തായിട്ട് വരും, 4 ആയിട്ട് വരും. 4ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്, 2 ആണ്. അപ്പോൾ ഏത് സെയിം നമ്പർ വന്നാലും അതിൻ്റെ ആൻസർ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ആ നമ്പർ തന്നെ വിത്തൗട്ട് റൂട്ട് സൈൻ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. സോ 5 × √2 × √2 മീൻസ് 5 × √2. അപ്പോൾ എത്ര കിട്ടി നമുക്ക്, 5 2s are 10 കിട്ടി. കണ്ടോ, ഇനി നമ്മൾ ഈ 10ൻ്റെ ഫാക്ടേഴ്സ് 5ഉം 2ഉമാണ് അല്ലേ. അപ്പോൾ നമ്മൾക്ക് എന്താ ചെയ്യേണ്ടത്, ഇവിടുത്തെ മിഡിൽ ടേം നോക്കുക അല്ലേ. അത് 7x ആണ്, +7x ആണ്. അപ്പോൾ നമുക്ക് വലിയ കഷ്ടപ്പാടൊന്നും ഇല്ലാത്തൊരു കണക്കാണ് അല്ലേ. അപ്പോൾ 7x കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, ഈ 5ഉം 2ഉം കൂടെ 10ൻ്റെ ഫാക്ടേഴ്സ് ആയിട്ടുള്ള 5ഉം 2ഉം കൂടെ ആഡ് ചെയ്തപ്പോൾ നമുക്ക് 7ഉം കിട്ടിയല്ലോ. നമുക്ക് എന്ത് ചെയ്യാം, 7x ആണുള്ളത്, അതുകൊണ്ട് 5x ഉം 2x ഒന്നും നമ്മൾക്ക് കൊടുക്കുക = 7x. ക്ലിയർ ആയല്ലോ? പിന്നെ നമുക്ക് ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത പോർഷനിലേക്ക് പോവാം. ഇതാ നമ്മളിതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പോകണം. കണ്ടോ, എന്താ കൊടുത്തത്, √2x², അതിതാണ്. ഇനി 7xനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തപ്പോൾ എന്ത് കിട്ടി, +2x ഉം +5x കിട്ടി. കണ്ടോ, 7xനെ സ്പ്ലിറ്റ് ചെയ്ത് രണ്ടും കൂടെ ആഡ് ചെയ്ത് നോക്കിയാൽ നമുക്ക് 7x തന്നെ കിട്ടുന്നില്ലേ. ദെൻ +5 √2 = 0. ഇനി ഇവിടെ നല്ലപോലെ ശ്രദ്ധിക്കേണ്ട ഒരു സമ്മാണിത്. ഇവിടെ നമ്മളുടെ ഈ ഫാക്ടേഴ്സ് ഒന്ന് ശ്രദ്ധിച്ചോളുക. കണ്ടോ, ഇതിൻ്റെ ഫാക്ടേഴ്സ് എന്താണ്, √2 × x × x ആണ് √2x² ഫാക്ടേഴ്സ്. ഇനി 2xൻ്റെ ഫാക്ടറായിട്ട് എന്താ എടുക്കുക, നമ്മൾ 2 × x എന്ന് എടുത്താൽ ഒരു പക്ഷേ നമ്മൾ ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് വേറൊരു ആൻസറായിരിക്കും കിട്ടുന്നത്. അതുകൊണ്ട് ഇപ്പോൾ 2 × x എന്ന് നമ്മൾ സപ്പോസ് ഇതിൻ്റെ ഫാക്ടേഴ്സ് ഈ 2 × x എന്ന് നമ്മളിവിടെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് കഷ്ടപ്പെടും അല്ലേ. അതായത് നോക്കിയേ, ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് നമുക്ക് അങ്ങനെ ക്ലിയർ ആയിട്ട് എന്താ കിട്ടുക, രണ്ടിലും വരുന്നത് വേണം നമ്മൾക്ക് എടുക്കാനായിട്ട്. പക്ഷേ ഇവിടെ വേണ്ട, ഞാൻ വേറെ രീതിയിൽ തന്നെ പറഞ്ഞുതരാം. ഈ 2x എന്നുള്ളതിനെ എങ്ങനെ എടുക്കാം, നമുക്ക് √2 × √2 വെറും 2 ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്തെടുക്കേണ്ട എങ്ങനെ വരണം, √2 × √2 × x. സോ √2 × √2 മീൻസ് എന്താണ്, 2 ആണ്. x എന്ന് 2x. അപ്പോൾ ക്ലിയർ ആയല്ലോ അതാ. ഇനി നോക്കിയേ, ഇവിടെ 5x എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, 5 × x ആണ്. ഇവിടെയോ 5 √2, അതിൻ്റെ ഫാക്ടേഴ്സ് എന്താണ്, 5 × √2. അപ്പോൾ ഇനിയും നല്ലപോലെ കെയർഫുള്ളായിട്ട് വേണം ഇത് ചെയ്യാൻ. ഇപ്പോൾ ഇതിൽ നോക്കിക്കേ, ഇതിനകത്ത് കോമൺ ആയിട്ട് വന്നിട്ടുള്ള ഇതിൻ്റെ ഫാക്ടറിലും ഇതിൻ്റെ ഫാക്ടേഴ്സിലും കോമൺ ആയിട്ട് വന്നിട്ടുള്ളതിനെ വേണം നമുക്ക് എടുക്കാൻ. രണ്ടിലും എന്തുണ്ട്, 2x ഉണ്ട് അല്ലേ, √2x ഉണ്ട്. സോ √2xനെ നമുക്ക് പുറത്തെടുക്കാം. രണ്ടിലും വന്നിട്ടുള്ളതിനെ നമുക്കെടുക്കാം. കണ്ടോ, ഇവിടെ ഒരു √2 ഉണ്ട്, ഇവിടെ ഒരു x ഉണ്ട്. അതേപോലെ തന്നെ എവിടെയോ ഉണ്ട്, ഇവിടെ ഒരു √2 ഉണ്ട്, ഇതിലൊരു x ഉണ്ട്. സോ നമുക്ക് ഇതിനെ കോമൺ ആയിട്ട് നമുക്ക് എടുക്കുന്നതല്ലേ ബെറ്റർ. കണ്ടോ, ഇവിടുത്തെ ഇതും എടുക്കാം. അപ്പോൾ നമുക്ക് √2x എടുത്തു. ഇനി ബ്രാക്കറ്റിൽ ബാക്കിയുള്ളതിനെ, ബാക്കി വന്നത് ആരൊക്കെയാണ്, ഈ x ഉണ്ട്, പിന്നെ ആരാ, ഇവിടെ ഒരു √2ഉം ഉണ്ട്. ക്ലിയർ ആയില്ലേ? ഇത് രണ്ടുമാണ് നമുക്ക് ബാക്കി വരുന്നത്. ഇത് രണ്ടും നമ്മൾ കോമൺ ആയിട്ട് എടുത്തു, ഇതും കോമൺ ആയിട്ട് എടുത്തു, ഇവിടെ ഇതും നമുക്ക് കോമൺ ആയിട്ട് എടുത്തു. അപ്പോൾ ആ കോമൺ ആയിട്ട് വന്നത് 2 × x എന്ന് പറഞ്ഞാൽ 2x, അതിനെ നമുക്ക് പുറത്തെടുക്കാം. ബാക്കിയുള്ളത് കണ്ടോ, ഇവിടെ ഒരു x ഉണ്ട്, ഇവിടെ ഒരു √2 ഉണ്ട്. സോ x + √2നെ ബ്രാക്കറ്റിൽ ഇടുക. ഇനി എന്ത് കൊടുക്കുക, അപ്പോൾ നമ്മൾ ഈ ഒരു ഗ്രൂപ്പാണ് കേട്ടോ ഇപ്പോൾ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി ഇവിടെ
പ്ലസ് കൊടുത്തു. ഇനി ഇതിൽ നോക്കി അതിൻ്റെ ഫാക്ടേഴ്സ് ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. 5 × x ഇവിടെ 5√2 എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൽ രണ്ടെല്ലാം കോമൺ ആയിട്ട് വന്ന ആളാരാ 5 ആണ്. സോ നമുക്കിവിടെ എന്ത് കൊടുക്കാം? +5. ഇവിടെ എല്ലാം പ്ലസ് ആയതുകൊണ്ട് ചിഹ്നത്തെക്കുറിച്ച് യാതൊരു വിധത്തിലുള്ള ടെൻഷനും വേണ്ട. +5 ഇട്ട് കൊടുത്തോളുക. അപ്പോൾ ഈ 5 എടുത്തു കഴിഞ്ഞാൽ ബാക്കി ആരൊക്കെയാണ് ഉള്ള? x ഉണ്ട്, √2 ഉണ്ട്. സോ ബ്രാക്കറ്റിനകത്ത് x + √2. നിങ്ങൾ നോക്കിക്കേ, ഇവിടെയും സെയിം ആയിട്ടല്ലേ വന്നത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ കണ്ടുപിടിച്ച് ഈ സെയിം തന്നെയായിരിക്കും ഇപ്പറയും വരുന്നത്. പിന്നെ ഇതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി. ക്ലിയർ ആയല്ലോ? കണ്ടോ, x + 2 ആണ് ബ്രാക്കറ്റിൽ കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മൾക്ക് അതിനെ എന്തെഴുതാം? ആദ്യം ഈ ബ്രാക്കറ്റിൽ വന്നിരിക്കുന്നതിൽ നിന്ന് എടുത്തെഴുതുക അല്ലേ? x + √2, x + √2. സോ x + √2 ഒരെണ്ണം എടുത്ത് എഴുതി. ഇനി ബാക്കി വന്നത് ആരാണ്? √2x + 5 = 0. ഇതല്ലേ നമുക്ക് കിട്ടിയത്? കണ്ടോ? ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഇതിനെ രണ്ടിനെയും നമ്മൾക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് നമുക്കൊന്ന് നോക്കാം. x + √2 = ഈ 0. അതവിടെ കൊടുക്കാം. കണ്ടോ? x + √2 = 0. എന്നിട്ട് എന്ത് കൊടുക്കുക? x = ഈ 0, ഈ +√2 ഇങ്ങോട്ട് വന്നപ്പോൾ എന്തായി? -√2 ആയി. സോ x = -√2. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇവിടെ എക്സിനൊരു വാല്യൂ നമ്മളിവിടെ കണ്ടെത്തിയിരിക്കുന്നു. ഇനിയോ √2x + 5 = 0. ഇവിടെയോ √2x അങ്ങനെ തന്നെ എഴുതുക. കാരണം എക്സിൻ്റെ കോഫിഷ്യൻ്റ് ആയിട്ട് വന്നിട്ടുള്ള √2. അപ്പോൾ അതിനെ കളയാൻ പാടില്ല. √2x അങ്ങനെ തന്നെ എടുക്കുക. വേരിയബിൾ പാർട്ട് അല്ല, ഇൻറ്റിജേഴ്സ് വന്നിട്ട്. ദെൻ ഇവിടെ = ഈ 0 കൊടുത്തു. ഈ +5 ഇങ്ങോട്ട് വന്നപ്പോൾ എന്തായി? -5 ആയി. സോ √2x = -5. Therefore x = what? ഈ -5 അല്ലേ? ഇത് √2 × x ആണ്. സോ അതിനെ ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ, മൾട്ടിപ്പിളിനെ ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ എന്തായിട്ട് മാറും? ഡിവിഷനായിട്ട് മാറും. സോ x -5/√2. നമ്മൾക്ക് രണ്ട് റൂട്ട്സ് കിട്ടി. x -√2 കിട്ടി, x -5/√2. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോബ്ലമാണ്. നല്ലപോലെ അത് മനസ്സിലാക്കി വേണം ചെയ്യാൻ. ഓക്കെ, താങ്ക് യു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക.